വർഷങ്ങളായിട്ട് ട്രെയിൻ കയറുന്നുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇത്രയും വൃത്തിയുള്ളൊരു കണ്ണാടി ഞാൻ കാണുന്നത്. അങ്ങനെ വീണ്ടും നമ്മളൊരു പുതിയ യാത്രയിലാണ്. ഇത്തവണ നമ്മുടെ സഹപാഠി ഗീത. ഫ്ലൈറ്റ് ലേറ്റാണ് ഗൈസ്, ഞങ്ങളൊരു ട്രിപ്പ് പോവുകയാണ് ഗൈസ്. ഗീതയുടെ ആഗ്രഹങ്ങളിലുള്ളൊരു സ്ഥലമാണ് നമ്മൾ ട്രിപ്പ് പോകാൻ പോകുന്നത്. അപ്പോൾ രാവിലെ കുളിച്ച് ചന്ദനമൊക്കെ തൊട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇന്നലെ കുളിച്ചതാണ്, ഇനി ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് അങ്ങനെ കുറേ നേരം കഥകളൊക്കെ പറഞ്ഞിരുന്ന് ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിരുന്നു. ഫ്ലൈറ്റ് വന്ന് നമ്മൾ കയറാൻ പോയി. സാധാ ഫ്ലൈറ്റിനേക്കാളി വളരെ ചെറിയൊരു ഫ്ലൈറ്റാണിത്. കാണുമ്പോൾ ഒരു തുമ്പീനെ പോലെ ഇരിക്കുന്നുണ്ട്. സീറ്റും കുറവാണ്. ഇതിൻ്റെ ഒരു സ്ട്രക്ചറും മൊത്തത്തിൽ ഒരു ചേഞ്ച് ഉണ്ട്. പണ്ട് കോഴിക്കോട് എയർപോർട്ട് തുടങ്ങിയ സമയത്ത് വിമാനം ലാൻഡ് ചെയ്യുന്നത് കാണാൻ വന്നതും അന്ന് ഇവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഗീത കുറേ പറയുന്നുണ്ടായി. പിന്നെ ഞാൻ ചോദിക്കുന്നതിനൊന്നും മറുപടി തന്നില്ല. ക്വസ്റ്റ്യനൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഒന്നും അൾട്ടിമേറ്റ് പുച്ഛം. പിന്നെ വിമാനത്തിൽ കയറി വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. ഇപ്പോഴും ഫ്ലൈ ചെയ്യുമ്പോൾ ടേക്ക് ഓഫ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. ടേക്ക് ഓഫ് ചെയ്തതൊന്ന് ലെവലാവുന്നത് വരെ എന്തോ ഒരു പേടി. വിമാനത്തിലൂടെ കാണണത് മേഘമാണോ അതോ കടലാണോ എന്ന് ഭയങ്കര ഡൗട്ട്. കുറേ നേരമൊക്കെ കണ്ടിരുന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങണ ഗീതേനെ ഞാൻ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് കിട്ടാഞ്ഞത് എന്തോ ഭാഗ്യം കൊണ്ടാണ്. അങ്ങനെ ഞാനും പോയി കുറേ നേരം കാഴ്ചകളെല്ലാം കണ്ട് പിന്നെ തിരിച്ച് വന്നപ്പോൾ ഗീത എയർ ഹോസ്റ്റസ്മാരെ നോക്കിയിരിക്കുകയാണ്. സംഭവം ചായ വേണം. അവർ ചായ തരില്ലല്ലോ. അപ്പോൾ ഇൻഡിഗോ ആയിട്ടും ചായ കിട്ടിയില്ല, വിമാനമായിട്ടും ചായ കിട്ടിയില്ല എന്നുള്ളതായിരുന്നു ഒരു പ്രശ്നം. നമ്മളെവിടെയാണ് പോണത്? ദ്വീപ് കാണാൻ പോവാ. ഇങ്ങനെ ഗീത പറഞ്ഞ പോലെ നമ്മളുടെ പുതിയ ഡെസ്റ്റിനേഷൻ ലക്ഷദ്വീപാണ്. ഇതുവരെയുള്ള ലാൻഡിങ്ങുകളിൽ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സീനിക്കായിട്ടുള്ള ലാൻഡിങ് ആയിരുന്നു ലക്ഷദ്വീപിൽ ഉണ്ടായിരുന്നത്. രണ്ട് സൈഡിലും കടലായിരുന്നു. നമ്മൾ കടലിലോട്ട് ഇറങ്ങി ചെല്ലുന്ന പോലെയാണ് ലാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുക. വിമാനം കുഞ്ഞായതുകൊണ്ട് തന്നെ ലാൻഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ നന്നായിട്ട് അറിയുന്നുണ്ടായി. അങ്ങനെ വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങി അനാർക്കലി മൂവിയിൽ ഹെലികോപ്റ്റർ പോകുന്നത് ഇവിടെ നിന്നാണോ എന്ന് കുറച്ച് നേരം ഒബ്സർവ് ഒക്കെ ചെയ്ത് സ്ഥലങ്ങളൊക്കെ നോക്കി അങ്ങനെ അവിടെ കുറച്ച് നേരം അങ്ങനെ ആസ്വദിച്ച് അറൈവലിലോട്ട് നടക്കാൻ തുടങ്ങി.